2019 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ഇറ്റ് ചാപ്റ്റർ 2. 2017 റിലീസ് ചെയ്ത ഇറ്റ് ചാപ്റ്റർ 1 എന്ന മൂവിയുടെ സീക്വലാണിത്. ആദ്യത്തെ പാർട്ട് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ നിന്നുമാണ് രണ്ടാമത്തെ പാർട്ട് തുടങ്ങുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. കാണാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. 27 വർഷങ്ങൾക്ക് ശേഷമുള്ള പെന്നി വൈസിന്റെ തിരിച്ചുവരവ്. കൂടുതലൊന്നും മൂവിയെ പറ്റി പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ചാപ്റ്റർ 1 എവിടെയാണോ അവസാനിക്കുന്നത് അതേ സീൻ കാണിച്ചുകൊണ്ടാണ് ചാപ്റ്റർ 2 തുടങ്ങുന്നത്. അവർ 7 കൂട്ടുകാരും കൂടി ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. 27 വർഷങ്ങൾക്ക് ശേഷം പെന്നി വൈസ് തിരിച്ചു വരികയാണെങ്കിൽ നമ്മളും ഇവിടെ തിരിച്ചു വരും, അതിനി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും. അതും പറഞ്ഞ് എല്ലാവരും തങ്ങളുടെ കൈമുറിച്ച് രക്തം വൃത്തിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോ 27 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഡെറി എന്ന പട്ടണത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. അവിടുത്തെ ആ പരിപാടികളും ഒരുക്കങ്ങളുമെല്ലാം കണ്ടും ആസ്വദിച്ച് നടക്കുന്ന ഒരു ഗേ കപ്പിളിനെയാണ് കാണിക്കുന്നത്. അവര് നല്ല ഹാപ്പി ആയിട്ട് അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. കാരണം ഇവർ ഗേ കപ്പിൾ ആണല്ലോ. പക്ഷെ ആ ചെറുക്കനും കൂട്ടുകാരനും അതങ്ങോട്ട് പിടിക്കുന്നില്ല. അവരുമായിട്ട് ഓടക്കാൻ വേണ്ടി തന്നെ മെനക്കെട്ട് നിൽക്കുവാണ്. എന്നാൽ ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി ആ കപ്പിള് വേഗം അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ലവന്മാര് വിടണ്ടേ. പിറകെ ചെന്നിട്ട് ആരുമില്ലാത്തൊരു ഏരിയയിൽ വെച്ച് ഒതുക്കത്തിന് അവന്മാര് കിട്ടിയതും എടുത്തിട്ടങ്ങ് ചാമ്പി രണ്ടുപേരെയും നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് അവന്മാര്. ശേഷം അതിലൊരുത്തനെ പാലത്തിൽ നിന്നും താഴെയുള്ള വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റയേറ്. അതോടെ അവന്മാരുടെ സൂക്കേടങ്ങ് തീർന്നു. കൂടെ ഉണ്ടായിരുന്നവൻ നിലയും വിളിച്ചുകൊണ്ട് താഴെ കുടിച്ചപ്പോഴോ അവിടെ കണ്ട കാഴ്ച അതിലും ഭീകരമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവന്റെ പാർട്ട്ണർ വെള്ളത്തിലേക്ക് വീണില്ലേ. എന്നാൽ അവനിപ്പോൾ പെന്നി വൈസിന്റെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ സാധനം അയാളുടെ നെഞ്ച് കടിച്ച് പറിച്ചങ്ങ് എടുത്തു കളഞ്ഞു. ഇത് നേരിൽ കാണുന്ന ഇയാളുടെ അവസ്ഥ പറയണ്ടല്ലോ. ആ കാഴ്ച കണ്ട് അയാളാകെ പേടിച്ച് പറിച്ചു നിൽക്കുമ്പോഴാണ് ഒരുപാട് ബലൂണുകൾ അയാളുടെ മുന്നിൽ കൂടി പറന്നു പോകുന്നത്. പിന്നീട് നോക്കിയപ്പോൾ അവരെ കാണുന്നതുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൈക്കില്ലേ, അവനെയാണ്. മൈക്കിനെ അറിയില്ലേ, ദേ ഇവൻ. ചെക്കനങ്ങ് വളർന്നു വലുതായിട്ട് ഇപ്പോൾ ഒരു 10-40 വയസ്സുള്ള ആളായി മാറിയിട്ടുണ്ട്. കൂട്ടത്തിലെ മൈക്ക് മാത്രമേ ഇപ്പോൾ ഡെറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വേറെ ഏതൊക്കെയോ നാട്ടില്. കുറച്ചു മുന്നേ ഒരുത്തനെ പെന്നി വൈസ് കൊന്നില്ലേ, ആ ന്യൂസ് റേഡിയോയിലൂടെ നമ്മുടെ മൈക്കും കേൾക്കുന്നു. വിവരം അറിഞ്ഞതേ അങ്ങോട്ടേക്ക് പായുകയായിരുന്നു അവൻ. അവിടെ എത്തിയിട്ട് സംഭവം നടന്ന സ്ഥലമെല്ലാം അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിയ ഒരു ബലൂണിന്റെ കഷ്ണം അവന് കിട്ടുന്നത്. അതില് ഐ ലവ് ഡെറി എന്നാണ് എഴുതിയിരുന്നത്. എന്നാൽ അതിനു പുറമെ മൈക്കിനെ കാത്ത് മറ്റൊന്നുകൂടി അവിടെ ഉണ്ടായിരുന്നു. പാലത്തിന്റെ തുണിലായിട്ട് രക്തം കൊണ്ട് വലിയ അക്ഷരത്തിൽ കം ഹോം എന്നൊരു എഴുത്ത്. പെന്നി വൈസ് തന്റെ വരവ് അറിയിച്ചിരിക്കുന്നു. 27 വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഇവിടെ മുതലാണ് ഇനി കഥയുടെ തുടക്കം. അടുത്തതായിട്ട് നമ്മുടെ ബില്ലിനെയാണ് കാണിക്കുന്നത്. 27 വർഷങ്ങൾ അവനിലും ഒരുപാട് മാറ്റം വരുത്തിയിരുന്നു. ഇപ്പോ ആളൊരു റൈറ്റർ ആണ് കേട്ടോ. കുറച്ച് ബുക്കുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ എഴുത്ത് നടക്കുവാണ്. കഥയല്ല, അതിന്റെ ക്ലൈമാക്സ് ഒന്ന് തിരുത്തി എഴുതി കൊടുക്കണം. ഇവന്റെ തന്നെ കഥയാണേ, പക്ഷേ ക്ലൈമാക്സ് ആർക്കൂട്ടും കൊണ്ട് പിടിച്ചില്ല. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെയാണ് അവൻ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല അവന്റെ വൈഫാണ് ഈ മൂവിയിലെ നായിക. ക്ലൈമാക്സ് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട് കാണും, പക്ഷേ കാണുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിക്കുള്ളിലെ ക്ലൈമാക്സ് മാറ്റി എഴുതി തന്നോണം. ഡയറക്ടറിന്റെ വായിൽ നിന്നും അങ്ങനെ ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് മൈക്കിന്റെ കോള് വരുന്നത്. ഹലോ ബിൽ, ഞാൻ മൈക്കാണ്, ഡെറിയിലെ. എന്നാൽ മൈക്ക് അതങ്ങോട്ട് പറഞ്ഞതേ പെട്ടെന്ന് ബില്ലിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മുറിവിന്റെ പാട് വേദനിക്കാൻ തുടങ്ങി. 27 വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും കൈമുറിച്ചല്ലേ പ്രതിജ്ഞ ചെയ്തത്. ആ മുറിവിന്റെ പാടിലായിരുന്നു അവന് വേദന വന്നതും. എത്രയും പെട്ടെന്ന് ഡെറിയിലേക്ക് തിരിച്ചു വരണം. അടുത്തതായിട്ട് നമ്മുടെ എഡ്ഡിയെയാണ് കാണിക്കുന്നത്. ദേ ഇതാണ് നമ്മുടെ പഴയ എഡ്ഡി. ആളിപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ കണ്ടാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അവനേക്കാൾ 10 വയസ്സ് അധികമുള്ള ഒരു പെണ്ണിനെയാണ് പ്രേമിച്ച് കിട്ടിയിരിക്കുന്നത്. ഇപ്പോ അവൻ കാറിൽ ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് മൈക്കിന്റെ കോള് വരുന്നത്. ഹലോ എഡ്ഡി, ഞാൻ മൈക്കാണ്. അതങ്ങോട്ട് പറഞ്ഞത് അവന്റെ കാർ ചെന്ന് ഒരു വണ്ടിയിലേക്ക് ഇടിച്ചത് ഒരുമിച്ചായിരുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബെന്നിനെയാണ്. 27 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയിരുന്ന ബെന്നാണ് ഇപ്പൊ കണ്ടില്ലേ, നല്ല ചുള്ളൻ ചെക്കനായിട്ടുണ്ട്. മാത്രമല്ല ആളൊരു വലിയ കമ്പനിയുടെ ബോസ് കൂടിയാണ് കേട്ടോ. അവനിപ്പോൾ തന്റെ കമ്പനിയിലുള്ളവരുമായിട്ട് വീഡിയോ കോൺഫറൻസിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് മൈക്കിന്റെ കോള് വരുന്നത്. ഹലോ ബെൻ, ഞാൻ മൈക്കാണ്, എത്രയും വേഗം ഡെറിയിലേക്ക് വരണം. അടുത്തതായിട്ട് നമ്മുടെ റിച്ചിയാണ് കാണിക്കുന്നത്. കൂട്ടത്തിലെ ഏറ്റവും വായാടി ചെക്കൻ. അവനിപ്പോ വളരെ ഫേമസ് ആയ ഒരു കോമഡി സ്റ്റേജ് ഷോ ആർട്ടിസ്റ്റ് ആണ്. മൈക്കിന്റെ കോൾ അടുത്തതായിട്ട് തേടി വന്നത് അവനെയായിരുന്നു. എന്നാൽ ആ കോൾ അങ്ങോട്ട് വന്നതേ റിച്ച് വാള് വെക്കാൻ തുടങ്ങി. അത് എന്താ കാരണമെന്ന് അവനും അറിയില്ല. അടുത്തതായിട്ട് സ്റ്റാൻലിയാണ് മൈക്ക് വിളിച്ചത്. ദേ ഇതായിരുന്നു നമ്മുടെ സ്റ്റാൻലി. മൈക്കിന്റെ കോള് വരുന്ന സമയത്ത് അവൻ വീട്ടിലായിരുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ ഡെറിയിലേക്ക് വരണമെന്ന് മൈക്ക് പറഞ്ഞതും അവനൊന്ന് ഞെട്ടി. പക്ഷേ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല സ്റ്റാൻലി. പണ്ടും അവനെ എല്ലാത്തിനോട് പേടിയായിരുന്നു. ഇപ്പോഴും അതെ. മൈക്കിന്റെ കാല് കട്ടായതേ അവൻ നേരെ ബാത്റൂമിലേക്കാണ് ചെല്ലുന്നത്. ശേഷം ആ ബാത്ത് ടബിലേക്ക് കിടന്നുകൊണ്ട് കയ്യിലെ
ഞരമ്പ് മുറിച്ച് അവൻ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. സ്റ്റാൻലിയുടെ ഈ മരണവും സ്വപ്നവും കണ്ടുകൊണ്ടാണ് ഉറങ്ങിക്കിടന്ന് ബിവർലി ഞെട്ടി എഴുന്നേൽക്കുന്നത്. ആ സെക്കൻഡിൽ തന്നെയായിരുന്നു അവൾക്ക് മൈക്കിന്റെ കോള് വന്നതും. മാത്രമല്ല അവളിപ്പോൾ വലിയൊരു പണക്കാരന്റെ ഭാര്യ കൂടിയാണ്. അങ്ങനെ മൈക്കിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അവൾ അപ്പോൾ തന്നെ ഡെയറിയിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അന്നേരമാണ് ഉറങ്ങിക്കിടന്നിരുന്ന അവളുടെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വരുന്നത്. ആള് നല്ല അസലൊരു സൈക്കോയാണേ. അവളുടെ ഡെഡായ ഡാഡിയുടെ അതേ വേവ് ലെങ്ത്. നീ ആരെയാ ഫോണിൽ കൂടെ മൈക്കെന്ന് വിളിച്ചത്? അതിന്റെ ഒരു പഴയ ഫ്രണ്ടാ, ഞങ്ങൾ പണ്ട് സത്യം ചെയ്തിട്ടുള്ളതാ. നീ എവിടെയും പോകുന്നില്ല, അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. അതും പറഞ്ഞ് അയാൾ അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. എത്രയെന്ന് പറഞ്ഞ് സഹിച്ചോണ്ട് നിൽക്കുന്നത് അവളും കൊടുത്തു അങ്ങരുടെ മോന്തയ്ക്ക് നോക്കി ഒരെണ്ണം. പക്ഷേ എന്നിട്ടും അങ്ങരുടെ കുത്തൽ അങ്ങോട്ട് മാറിയില്ല. അവസാനം തലയ്ക്ക് നോക്കി ഏറ്റൊരെണ്ണം കൊടുത്തപ്പോഴാണ് അങ്ങേര് അവിടെ ഒന്ന് അടങ്ങിക്കിടന്നത്. പിന്നീട് ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ അവൾ വേഗം തന്നെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന പോക്കിന് വെഡിങ് റിംഗ് ഊരി അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോകുന്നത്. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിലായിട്ട് നമ്മുടെ ഹെൻറിയെ മൈക്ക് കിണറ്റിൽ തള്ളിയിടുന്നതായിട്ട് കാണിച്ചില്ലേ? അതിനുശേഷം അവനെ പറ്റി ഒരു വിവരമില്ലായിരുന്നല്ലോ. എന്നാൽ പിന്നീട് അവൻ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പിള്ളേരെല്ലാം കൂടി ചേർന്ന് പെന്നിവീസിനെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ? അതിനുശേഷം ആ ഓടയ്ക്കുള്ളിലായിട്ട് വലിയൊരു പ്രളയം പോലെ ഒന്നുണ്ടായി. അതിനകത്തുണ്ടായിരുന്ന സകലതിനെ തൂത്തെറിഞ്ഞു തുറച്ചുകൊണ്ട് നല്ല ശക്തിയിൽ വെള്ളം മുഴുവൻ ഓടയ്ക്ക് പുറത്തേക്ക് വരുന്നു. ആ കൂട്ടത്തില് പെന്നിവീസ് ഇതുവരെ കൊന്ന കുറെ കുട്ടികളുടെ ഡെഡ് ബോഡികൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഇടയിലായിട്ട് നമ്മുടെ ഹെൻറിയും. പക്ഷേ ആള് ചത്തിട്ടില്ലായിരുന്നു കേട്ടോ. അവിടുന്ന് അവൻ എഴുന്നേറ്റ് തിരികെ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് നിറയെ പോലീസുകാരെയാണ്. സ്വന്തം അച്ഛനെ കൊന്നിട്ടല്ലേ പോയത്. ഇപ്പൊ പോലീസുകാരെല്ലാം ചേർന്ന് അവിടുന്ന് ബോഡി മാറ്റുകയാണ്. അന്നേരമാണ് ഹെൻറി അങ്ങോട്ടേക്ക് വരുന്നതും. അവനെ കണ്ടതേ പോലീസുകാരെല്ലാം കൂടി ഓടിച്ചെന്ന് അപ്പോൾ തന്നെ അവൻ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴൊക്കെ ഹെൻറി എന്തോ പിച്ചും പെയ്യുമാണ് പറയുന്നത്. എന്ന് വെച്ചാ അവന്റെ മാനസിക നില പൂർണ്ണമായിട്ട് തകർന്നിരുന്നു. അന്നേരവും അവൻ ആ ചുവന്ന ബലൂൺ അവിടെ കാണുന്നുണ്ട്. ഇന്നിപ്പോ 27 വർഷങ്ങൾക്ക് ശേഷവും അതേ ചുവന്ന ബലൂൺ ഹെൻറി കാണുന്നു. മാത്രമല്ല അവൻ ഇപ്പോൾ ഉണ്ടായിരുന്നതും ഒരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. അന്ന് അവനെ പോലീസ് പിടിക്കുമ്പോഴും അവന്റെ മാനസിക നില ശരിയല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനെ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. ഇത്രയും വർഷം ഇവിടെയാണ് കഴിഞ്ഞതും. ബലൂൺ കണ്ടതേ ഹെൻറി അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അവന് സപ്പോർട്ടായിട്ട് കൂടെയുള്ള ആൾക്കാരും. ഒടുക്കം ബഹളം കൂടിയതും സെക്യൂരിറ്റീസ് വന്ന് വേഗം ഹെൻറിയെ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ടു. പക്ഷേ റൂമിൽ വന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ബലൂൺ കാണുന്നില്ല. അവന് ശരിക്കും സങ്കടമായി. അപ്പോഴാണ് കട്ടിലിന്റെ കീഴിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റി നോക്കിയതും ദേ കിടക്കുന്ന ആ ചുവന്ന ബലൂൺ. അവൻ സന്തോഷത്തോടെ വേഗിച്ചെന്ന് ആ ബലൂൺ എടുക്കാൻ നോക്കി. പക്ഷെ ആരോ അപ്പുറത്തെ വശത്തു നിന്നും പിടിച്ചു വച്ചേക്കുന്നത് പോലെ വലിച്ചിട്ട് വരുന്നില്ല. അവൻ സർവ്വശക്തി എടുത്ത് വലിച്ചതും പെട്ടെന്ന് ബലൂൺ അങ്ങ് പൊട്ടി. ആഹാ, നല്ല അടിപൊളി ഒരു സാധനം. അത് ഹെൻറിയെ നോക്കി പാഞ്ഞു വന്നതും അവൻ ശരിക്കും പേടിച്ചു പോയി. പക്ഷേ അത് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കത്തി എടുത്ത് അവന്റെ അടുത്തേക്ക് നീട്ടുകയാണ് ചെയ്തത്. ഈ കത്തി മനസ്സിലായോ? 27 വർഷങ്ങൾക്ക് മുന്നേ അവന്റെ അച്ഛനെ കുത്തിക്കുന്നത് ഇതേ കത്തി വെച്ചായിരുന്നു. അത് കണ്ടതേ ഹെൻറിക്ക് അതെല്ലാം ഓർമ്മ വരികയും ചെയ്തു. അതിന്റെ ഒപ്പം ഈ ഇരിക്കുന്ന മുതലിനെ മനസ്സിലായോ? ആദ്യത്തെ ചാപ്റ്ററിൽ ബെൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അവനെ തേടി ഹെൻറിയുടെ ഒരു കൂട്ടുകാരൻ ഓടയ്ക്കുള്ളിലേക്ക് ചെന്ന് കയറിയത് ഓർമ്മയുണ്ടോ? അവിടെ വെച്ച് പെന്നിവീസ് അവനെ കൊന്നു കളഞ്ഞല്ലോ. ആ മുതലാണ് ഈ ഇരിക്കുന്നത്. ആളെ കണ്ടതേ ഹെൻറിക്ക് അത് പിടികിട്ടുകയും ചെയ്തു. അവൻ സന്തോഷത്തോടെ തന്നെ തന്റെ കത്തി അങ്ങ് വാങ്ങി. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് ഡെറിയിലേക്ക് എത്തിയത് ബില്ലായിരുന്നു. അവനെ കണ്ടതേ മൈക്ക് സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അതിന് പിറകെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. സ്റ്റാൻലി ഒഴികെ 6 പേര് അവിടെ ഒത്തുകൂടി. 27 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഇതുവരെ ആരും തമ്മിൽ ഒരു കോണ്ടാക്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂട്ടുകാരെ എല്ലാം കണ്ടതും എല്ലാവരും തങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ എൻജോയ് ചെയ്ത് മീറ്റിംഗ് ഒത്തുകൂടിയാണ് എല്ലാവരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കാർക്കും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. 27 വർഷങ്ങൾക്ക് മുന്നേ പെന്നിവീസ് തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതോ അവര് പെന്നിവീസിനെ കീഴ്പ്പെടുത്തിയതോ അങ്ങനെ ഒരു കാര്യങ്ങളും അവർക്ക് ഓർമ്മയില്ല. അത് മാത്രമല്ല മൈക്ക് ആദ്യമായിട്ട് ഇവരേക്ക് വിളിക്കുമ്പോൾ അവർക്ക് മൈക്കിനെ പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോരോ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഇവിടെ വെച്ച് മൈക്കാണ് പഴയ ഒരു കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതും. അതെന്താ ഞങ്ങൾക്ക് ആർക്കൊന്നും ഓർമ്മയില്ലാത്തത്? പക്ഷേ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതെനിക്കറിയില്ല. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഡെറി വിട്ട് പോയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഡെറിയിലായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ ഉള്ളിൽ ആ ഓർമ്മകൾ അതേ കണക്ക് കിടപ്പുണ്ട്. എന്ന് വെച്ചാ ഡെറിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പെന്നിവീസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടമാകും. ഇവരുടെ കൂട്ടത്തില് സ്റ്റാൻലിയുടെ ചെയറാണെങ്കിൽ ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ അവൻ എന്താ വരാത്തതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. ബാക്കിയുള്ളവർക്ക് പേടി തന്നെയാണ്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വെയിട്രസ് വന്ന് കുറച്ച് ഫോർച്യൂൺ കുക്കീസ് അവരുടെ മുന്നിലേക്ക് വെച്ചിട്ട് പോകുന്നത്. ഈ ഫോർച്യൂൺ കുക്കീസ് എന്ന് പറഞ്ഞാൽ അതിനകത്തായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയ ഒരു കുഞ്ഞു പേപ്പർ കാണും. അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ ചിലപ്പോൾ ഭാവിയിൽ നടന്നേക്കാം എന്നൊരു വിശ്വാസമുണ്ട്. എട്ടിക്ക് കുഡ് എന്നായിരുന്നു കിട്ടിയത്, റിച്ചയ്ക്ക് ഗസ് എന്നും. ബില്ല് വേഗം കിട്ടിയ പേപ്പറുകളെല്ലാം മേശപ്പുറത്ത് നിരത്തി വെച്ച് നോക്കി. പക്ഷെ എന്തോ മിസ്സിംഗ് പോലെ. അത്ര കൃത്യമായിട്ടൊരു അർത്ഥം കിട്ടുന്നില്ല. അപ്പോഴാണ് ബിവർലി തനിക്ക് കിട്ടിയ പേപ്പറിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്നത് അവർ കാണുന്നത്. അതിൽ സ്റ്റാൻലി എന്നായിരുന്നു എഴുതിയിരുന്നത്. അവള് വേഗം തന്നെ തനിക്ക് കിട്ടിയ പേപ്പറും അതിനോടൊപ്പം ചേർത്ത് വെച്ചു. എല്ലാം കൂടി ഒരുമിച്ച് വായിച്ചപ്പോ ഇങ്ങനെയായിരുന്നു കിട്ടിയത്: ഗസ്
സ്റ്റാൻലി കുഡ് നോട്ട് കട്ട് ഇറ്റ് എന്ന് വെച്ചാൽ സ്റ്റാൻലിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. അത് കണ്ടതേ അവന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും അതിന്റെ ഒരു ഷോക്കിൽ നിൽക്കുമ്പോഴാണ് നേരത്തെ കൊണ്ടുവച്ച ഫോർച്യൂൺ കുക്കീസ് ഇല്ലേ അതെല്ലാം കൂടി കിടന്ന് അനങ്ങാൻ തുടങ്ങുന്നത്. മാത്രമല്ല അതിനകത്തു നിന്നും എന്തൊക്കെയോ ജീവികളായിട്ട് പുറത്തു വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ സാധനങ്ങള്. അതിനകത്തെ പക്കിയ പോലൊരു സാധനത്തിന് ദേ ഒരു കൊച്ചിന്റെ മുഖം, കരച്ചിന് അതുപോലെ തന്നെ. വേറൊരെണ്ണത്തിൽ നിന്നും ദേ വാലൊക്കെയുള്ള കണ്ണൊക്കെ ഇറങ്ങി വരുന്നു. അതൊന്നും പോരാഞ്ഞ് ലാവ വരെ ഒഴുകി വരുന്നുണ്ട്. എല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ആറെണ്ണവും കൂടി. പക്ഷേ ഇതൊന്നും ഒറിജിനൽ അല്ല എന്ന് മൈക്കിന് മനസ്സിലായിട്ടുണ്ട്. തങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പെന്നിവീസിന്റെ തന്ത്രങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും ഉള്ളതല്ല, എല്ലാം കള്ളവാ, ഇതൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നതാ. അതും പറഞ്ഞ് മൈക്ക് ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് ടേബിൾ കിടന്നിരുന്ന സകല സാധനങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഈ ബഹളവും കേട്ടുകൊണ്ടാണ് ആ വെയിട്രസ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവൾ വന്ന് നോക്കുമ്പോൾ ദേ തങ്ങളുടെ ടേബിൾ കോരത്തിനിരുന്ന് അടിച്ചു പൊട്ടിക്കുന്നു. ഹായ്, ആ ബില്ലൊന്ന് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് അടി കിട്ടാതെ എല്ലാത്തിനും പുറത്തിറങ്ങാൻ പറ്റിയത്. പുറത്തേക്ക് വന്നത് ബിവർലി ആദ്യം ചെയ്തത് സ്റ്റാൻലിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. സ്റ്റാൻലിയുടെ വൈഫല്ലേ, ഞങ്ങൾ അവന്റെ കൂട്ടുകാരാ. പക്ഷേ തിരികെ അവന്റെ വൈഫിൽ നിന്ന് കിട്ടിയ മറുപടി എല്ലാവരും ഷോക്കാക്കി കളഞ്ഞു. സ്റ്റാൻലി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പക്ഷേ അവൻ ബാത്ത് ടബിൽ കിടന്ന് കൈമുറിച്ചാണ് മരിച്ചതെന്ന് സ്റ്റാൻലിയുടെ വൈഫ് പറയുന്നതിന് മുന്നേ തന്നെ ബിവർലിയുടെ വായിൽ നിന്നും അത് വന്നിരുന്നു. അവളത് സ്വയം പറഞ്ഞതാണ്. പക്ഷേ വേറെ ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ബെൻ അത് ശ്രദ്ധിച്ചിരുന്നു. സ്റ്റാൻലിയുടെ മരണ വാർത്ത കൂടി കേട്ടതും ബാക്കി എല്ലാവർക്കും പേടിയായി. ഇനി ഈ കളിക്ക് ഞാനില്ല, നമ്മളുടെ എല്ലാവരുടെ ഗതി ഇത് തന്നെയാകും. അതുകൊണ്ട് മൈക്ക്, ഞാൻ തിരിച്ചു പോവാം. അതും പറഞ്ഞ് റിച്ചി പോയതും അവന് പിറകെ തന്നെ എഡ്ഡിയും ബിവർലിയും ബെന്നും എല്ലാവരും എടുത്ത് പോകുന്നു. പ്ലീസ് ബിൽ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. അത് കണ്ടിട്ട് വേണമെങ്കിൽ നിനക്ക് അവരുടെ കൂടെ പോകാം. അതിനു മുന്നേ നീ അതൊന്ന് കാണണം. അടുത്തതായിട്ട് ബേസ്ബോൾ ഗെയിം നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് കാണിക്കുന്നത്. ഗെയിം കാണാനുള്ളവരുടെ കൂട്ടത്തില് ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു. അതിലെ ആ കുട്ടിക്കാണെങ്കിൽ ശരിക്കും ആ ഗെയിം കണ്ടിട്ട് ബോർ അടിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അങ്ങനെ അവൾ ആകെ പോസ്റ്റ് ആയിരിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു മിന്നാമിന് അവളുടെ അടുത്തേക്ക് പറന്നു വരുന്നത്. കുട്ടികൾക്ക് ഇതൊക്കെ കണ്ട ഭയങ്കര കൗതുകമല്ലേ. അത് പറന്നു പോയതും വേഗം തന്നെ ആ കുട്ടി മതിന് പിറകെ പോകാൻ തുടങ്ങി. ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സീറ്റിനടിയിലായിട്ട് നടന്നു പോകാൻ പറ്റിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടേക്കാണ് ഈ മിന്നാമിനക്ക് പറന്നു പോയത്. പേടി തോന്നിയെങ്കിലും ആ കുട്ടി മതിന് പിറകെ ഇരുട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പോയി പോയി അല്പ ദൂരം ചെന്നപ്പോഴാണ് ആ മിന്നാമിനിങ്ങനെ പെട്ടെന്ന് രണ്ട് കൈകൾ വന്ന് പിടിക്കുന്നത്. വേറെ ആരുമല്ല, അത് നമ്മുടെ പെന്നി വൈസായിരുന്നു. അതിനെ കണ്ടതേ ആ കുട്ടി പേടിച്ചു പോയി. ഹലോ വിക്കി, നമുക്ക് കൂട്ടുകാരായാലോ? വേണ്ട, നീ എന്റെ ഫ്രണ്ട് അല്ല, എനിക്ക് നിന്നെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അതും പറഞ്ഞ് ആ കുട്ടി തിരികെ പോകാൻ നേരമാണ് പെന്നി വൈസ് പട്ടിയെ പോലെ കിടന്ന് പോകുന്നത്. കരഞ്ഞു കാണിച്ചാൽ കുട്ടികളെ വീഴ്ത്താൻ എളുപ്പമല്ലേ. എന്റെ ഈ രൂപം കാരണം ആരും എന്നോട് കൂടാൻ വരുന്നില്ല. ഞാൻ എന്നും ഒറ്റയ്ക്കാ, അതുകൊണ്ടാണ് ഞാൻ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോ നിന്നെയും എന്നെ പോലെ എല്ലാവരും കളിയാക്കുവോ? എന്റെ ഈ മുഖത്തെ പാട് കണ്ടോ? അതുകൊണ്ട് ആരും എന്നെയും കൂട്ടാറില്ല. അയ്യേ, അതൊരു കൊച്ചു പാടല്ലേ. ഞാനൊന്ന് ഊതിയാൽ തന്നെ ആ പാട് മാഞ്ഞു പോവും. ശരിക്കും നിന്നെ കൊണ്ട് ഈ പാട് മാറ്റാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് വെറും ജുജുഫി. പക്ഷേ ആദ്യം നീ എന്റെ അടുത്തേക്ക് വരണം, എന്നാലേ എനിക്ക് ഊതാൻ പറ്റൂ. അത് കേട്ടതേ ആ കുട്ടി സന്തോഷത്തോടെ പെന്നിവീസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം ഊതാനായിട്ട് തന്റെ മുഖം അങ്ങോട്ട് കാണിച്ചതും ആ പന്നവായൻ ഒറ്റ കപ്പിന് ആ കൊച്ചിനെ തിന്നു കളഞ്ഞു. അതേ സമയം തന്നെ ഹെൻറിക്ക് അവന്റെ ഡെഡ് ബോഡി ഫ്രണ്ട് ഒരു കത്തി കൊടുത്തില്ലായിരുന്നോ? ആ കത്തി വെച്ച് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയെ കൊന്ന ശേഷം ആശുപത്രിയിൽ നിന്ന് ചാടി. അവനെയും കത്ത് പുറത്തായിട്ട് അവന്റെ ഡെഡ് ബോഡി ഫ്രണ്ടും കാരണത്തുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ്. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഡെറിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോണം. അതിനുവേണ്ടി എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ്. എന്നാൽ ബെൻ മാത്രം ബിവർലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി പറ, സ്റ്റാൻലി ബാത്ടബിൽ കിടന്ന് കൈ മുറിച്ചിട്ടാണ് മരിച്ചതെന്ന് അവന്റെ വൈഫ് പറയുന്നതിന് മുന്നേ നിനക്ക് എങ്ങനെ മനസ്സിലായി? ആദ്യം ബെൻ ചോദിച്ചിട്ട് അവൾ അത് പറയാൻ തയ്യാറായില്ല. ഒടുക്കം അവൻ വിടാതെ പുറകെ നടന്ന് ശല്യം ചെയ്തതും അവൾക്കത് പറയേണ്ടി വന്നു. കാരണം ഞാൻ കണ്ടിരുന്നു. അവന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മരണം ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ നിനക്ക് മാത്രം ഇതൊക്കെ കാണാൻ പറ്റുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ 27 വർഷങ്ങൾക്ക് മുന്നേ പെന്നി വൈസ് ബിവർലിയെ പിടിച്ച സമയത്ത് അതിന്റെ വായ തുറന്ന് അവളുടെ കണ്ണിലേക്ക് ഒരു ലൈറ്റ് അടിച്ചില്ലേ? അതവളെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. അതിനുശേഷം ഇതുപോലെയുള്ള പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളെല്ലാം അവൾക്ക് മുൻകൂട്ടി കാണാനും പറ്റുമായിരുന്നു. മാത്രമല്ല ബാക്കി എല്ലാവരും പെന്നിയൂസിനെ പറ്റി നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയില്ലേ? പക്ഷേ ബിവർലിക്ക് മാത്രം എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അതിന് കാരണവും ആ ലൈറ്റ് തന്നെ. അതവളെ ഓരോ നിമിഷവും എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം മൈക്ക് ബില്ലുമായിട്ട് ഒരു ലൈബ്രറിയിലേക്കാണ് വന്നത്. വർഷങ്ങളായിട്ട് മൈക്ക് താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ വർഷം ഇത്രയും പെന്നിവൈസിനെ കുറിച്ചുള്ള റിസർച്ചിലായിരുന്നു അവൻ. അതിനുവേണ്ടിയാണ് ലൈബ്രറിയിൽ തന്നെ താമസമാക്കിയതും. ബില്ല് വന്നതേ മൈക്ക് അവന് കുടിക്കാനായിട്ട് ഒരു വെള്ളം കൊടുക്കുന്നു. അതിനുശേഷം കണ്ടാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കൂടെ പോലെയുള്ള എന്തോ ഒന്നെടുത്ത് അവൻ ബില്ലിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിലാണെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. നിനക്കിത് എവിടുന്ന് കിട്ടി? ഞാൻ അടിച്ചു മാറ്റിയതാ, നേറ്റീവ് അമേരിക്കൻസിന്റെ കയ്യിൽ നിന്നും. മൈക്ക് അത് പറഞ്ഞതേ ബില്ലിന് വല്ലാണ്ടങ്ങ് തല ചുറ്റുന്നത് പോലെ തോന്നി. ആ കൂടയിലുണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ അനങ്ങുന്നത് പോലെ അവനൊന്നും മനസ്സിലായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബില്ല് വന്ന സമയത്ത് മൈക്ക് അവന് കുടിക്കാനായിട്ടൊരു വെള്ളം കൊടുത്തില്ലേ? അത് വേറെ ഒരു വെള്ളം ആയിരുന്നില്ല. ഏതോ ഒരു തരം ചെടിയുടെ വേര്
പേരവൻ അതിനകത്ത് കലർത്തിയിരുന്നു. ഈ ഡയറിയിൽ ആദ്യമായിട്ട് കുടിയേറി പാർത്ത കുറച്ച് ആൾക്കാരെ ഞാൻ കാണാൻ പോയിരുന്നു. അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് അടിച്ചു മാറ്റിയതും. പെന്നിവൈസ് എന്താണെന്നും അതിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്നും എല്ലാം അവർക്കറിയായിരുന്നു. അവരെന്നെ പല പല കാഴ്ചകളും കാണിച്ചു തന്നു. ആ കാഴ്ചകളാണ് നീ ഇപ്പോൾ കാണാൻ പോകുന്നത്. മൈക്ക് അതങ്ങോട്ട് പറഞ്ഞതേ ബില്ലിന്റെ കൺമുന്നിൽ കൂടി എന്തൊക്കെയോ കാഴ്ചകൾ ഇങ്ങനെ മിന്നി മറയാൻ തുടങ്ങി. പല പല കാഴ്ചകൾ. ഒരു ഉൽക്ക വീഴുന്നത് പോലെയായിരുന്നു പെന്നിവൈസ് ആദ്യ ഭൂമിയിലേക്ക് എത്തിയത്. ബിവർലി പെന്നിവൈസിന്റെ വായിലായിട്ട് കണ്ട ആ 3 ലൈറ്റ്സ് ഇല്ലേ, അതാണ് ശരിക്കും പെന്നിവൈസിന്റെ ഒറിജിനൽ രൂപം. ഭൂമിയിലേക്ക് എത്തിയതും അതൊരു ഭീകര ജീവിയുടെ രൂപത്തിലേക്കായി മാറി. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. അത്രയും കൊടൂരമായിരുന്നു അതിനെ കാണാൻ. പിന്നീട് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്ന് എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്ത് പെന്നിവൈസിനെ ആ കൂടക്കുള്ളിലേക്ക് അടച്ചുപൂട്ടി. ഇത്രയും കാര്യങ്ങളായിരുന്നു ബിൽ അവന്റെ കൺമുന്നിലായിട്ട് കണ്ടത്. അതും നേരിട്ട് കണ്ട് അനുഭവിച്ചതുപോലെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ അതിനെ അങ്ങനെ വേണം കൊല്ലാൻ? ഇപ്പോഴത് സ്വീകരിച്ചിരിക്കുന്ന രൂപം ആ ക്ലൗണിന്റെതാ. പക്ഷേ നമ്മളങ്ങനെ അതിനെ കൊല്ലും? ബാക്കിയുള്ളവരൊക്കെ വരില്ലെന്നല്ലേ പറഞ്ഞത്? നീ പറഞ്ഞാൽ അവര് വരും. നമ്മളെല്ലാവരും ഒന്നായിട്ട് നിന്നില്ലെങ്കിൽ അതിനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ മൈക്കും ബില്ലും കൂടി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ബിവർലി കണ്ട സ്വപ്നത്തെ പറ്റി അവൾ ബില്ലിനോട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അത് കൊല്ലും. പക്ഷേ അതിനു മുന്നേ നമ്മൾ അതിനെ പൂട്ടണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മൈക്ക് പറയുന്നത് ശരിയാ, ഞാനും അത് നേരിട്ട് കണ്ടു. ബില്ലും കൂടി അങ്ങനെ പറഞ്ഞതും എല്ലാവരും ആ റിച്വൽ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകളെല്ലാം തിരിച്ചെടുക്കണം. 27 വർഷങ്ങൾക്ക് മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവിടെ നിന്ന് അവരെല്ലാം കൂടി അവിടെ തന്നെയുള്ള ഒരു കാട്ടിലേക്കാണ് പോയത്. അതെന്തിനാണെന്ന് വെച്ചാ പണ്ട് പിള്ളേരെല്ലാം കൂടി കാട്ടിൽ ഭൂമിക്കടിയിലായിട്ട് ഒരു വീട് പോലെ ഒന്നുണ്ടാക്കിയിരുന്നു. ആക്ച്വലി അത് അവരുണ്ടാക്കിയ വീടല്ല. ബെൻ പണ്ട് അതുവഴി നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടിച്ചതായിരുന്നു ആ കുഴി. പിന്നീട് അവരെല്ലാം കൂടി ചേർന്ന് അതിനെ ഒന്ന് മിനിക്ക് അവരുടെ കളിസ്ഥലമാക്കി മാറ്റി. ക്ലബ് ഹൗസ് എന്നായിരുന്നു അവരതിനെ വിളിച്ചിരുന്നതും. ഇപ്പോ വീണ്ടും അവിടേക്ക് എത്തിയതും അവരെല്ലാവരും വീണ്ടും പഴയ കുട്ടികളായതുപോലെ. അവിടെ വെച്ചുണ്ടായിരുന്ന ഒരുപാട് ഓർമ്മകൾ അവർക്ക് തിരികെ കിട്ടിയിരുന്നു. മാത്രമല്ല അന്ന് സ്റ്റാൻലി ചിലന്തിയെ പിടിച്ച് തലയിലിടാനായിട്ട് ഒരു ക്യാപ്പിൽ അവർക്ക് കൊണ്ടുവന്നിരുന്നു. അതടക്കം അവർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവനും ഇതുപോലെ പൊതഞ്ഞു കിടക്കുക. അതെല്ലാം നമ്മൾ കുഴിച്ചെടുക്കണം. ആ റിച്വൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബലി കൊടുത്തിട്ട് വേണം നമ്മൾ അത് നടത്താൻ. നമ്മൾ ബലി കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ പഴയ ഓർമ്മകളായിരിക്കും. അങ്ങനെ ആദ്യം പോകുന്നത് ബിവർലിയാണ്. എവിടേക്കാണെന്ന് വെച്ചാൽ അവള് പണ്ട് താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെന്റിലേക്ക്. എന്നാൽ ഇപ്പോ അവിടെ ഒരു അമ്മൂമ്മയായിരുന്നു താമസം. അത് ഞാനിവിടെ പണ്ട് താമസിച്ചിരുന്നതാ. എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതിനെന്താ, മോൾ അകത്തേക്ക് വാ. അപ്പോഴേക്ക് ഞാനൊരു ചായ ഇടാം. അതൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ചായ കുടിച്ചിട്ട് പോയാ മതി. അമ്മൂമ്മയാണെങ്കിൽ അവൾക്ക് ചായ കൊടുക്കാതെ വിടുന്ന ലക്ഷണമില്ല. പക്ഷേ അവരുടെ ആ പെരുമാറ്റത്തിൽ എന്തോ ഒരു വശപ്പിശക്കില്ലേ? ഉണ്ട്, ചെറുതായിട്ട് എന്തോ ഉണ്ട്. അങ്ങനെ അമ്മമ്മ കിച്ചണിലേക്ക് പോയി തക്ക നോക്കി അവള് പണ്ട് താമസിച്ചിരുന്ന അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. അവളുടെ അച്ഛന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി അവൾ കുറച്ച് സാധനങ്ങൾ ഒളിച്ചു വെച്ചിരുന്നു. അതും ചുവരിലുള്ള ചെറിയൊരു ഹോളിലായിട്ട്. ബിവർലി വേഗം വന്ന് ആ ഭാഗം മുഴുവൻ മറച്ചു വെച്ചിരുന്ന പലക മാറ്റിയ ശേഷം അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കുന്നു. അതിനകത്തുണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തിന്റെ ഒരു താക്കോല്, പിന്നെ ഒരു പാക്കറ്റ് സിഗരറ്റ്. എല്ലാത്തിലും ഉപരി അന്ന് ബെൻ എഴുതിയൊരു കവിത അവളുടെ കയ്യിൽ കിട്ടിയില്ലായിരുന്നു. അതും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. പക്ഷേ ബിവർലിയുടെ വിചാരം അത് ബില്ല് എഴുതിയ കവിതയാണെന്നാണ്. ബെന്നിന്റെ ആണെന്ന് അവൾക്ക് ഇതുവരെ അറിയില്ല. അതുകൊണ്ടായിരുന്നു അവൾക്ക് ബില്ലിനോട് ചെറിയൊരു ഇഷ്ടം തോന്നിയതും. എന്നാൽ അവൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെ ലങ്ങ അമ്മുമ്മ നിൽക്കുന്ന കണ്ടോ? എന്നിട്ടൊരു മാതിരി കാലില് മുള്ളാണി ഉള്ളതുപോലെ ഒരു ഓട്ടവും. എന്ന് വെച്ചാ അത് ഒറിജിനൽ അമ്മുമ്മയല്ല കേട്ടോ, നമ്മുടെ പെന്നിവൈസാണ്. ഇതൊന്നും അറിയാതെ അവള് പാവം പുറത്തേക്ക് വന്നപ്പോഴോ അകത്തെ ഇരുട്ടിൽ നിന്നും എന്തൊക്കെയോ ഒരു ശബ്ദം. എന്താണെന്ന് അറിയാതെ അവൾ ആ ഇരുട്ടിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോഴാണ് ചാടി പിടിച്ചുകൊണ്ട് ഒരു സാധനം അവളുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഇങ്ങനെയൊക്കെ ചാടി വന്നാൽ ആരായാലും പേടിച്ചു പോവില്ലേ? നേരത്തെ കണ്ട അമ്മുമ്മയുടെ ഒറിജിനൽ വേർഷൻ ആയിരുന്നു ഇത്. അതിനെ പേടിച്ച് അവള് ജീവനം കൊണ്ട് അവിടെ ഓടുന്നു. പക്ഷേ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. എന്നാൽ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റൂമിലായിട്ട് ആരും ഇരിക്കുന്നത് പോലെ അവൾ കാണുന്നത്. വേറെ ആരുമല്ല, അത് നമ്മുടെ പെന്നിവൈസ് ആയിരുന്നു. അതിന്റെ ആ ഒരു കോലം കൊണ്ട് കിട്ടതേ അവള് ജീവനം കൊണ്ടൊരു ഓട്ടം. ഭാഗ്യത്തിന് കഥവ് തുറക്കാൻ പറ്റി. ഒരു വിധത്തിലൂടെ പുറത്തേക്ക് ചെന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴോ അവള് കേറി വന്നപ്പോഴുള്ള ഫ്ലാറ്റേ അല്ലായിരുന്നു അത്. വർഷങ്ങളായിട്ട് ആരും താമസിക്കാത്തതുപോലെ നശിച്ചു കിടക്കുന്ന ഒരു ഫ്ലാറ്റ്. അടുത്തതായിട്ട് റിച്ചിയെയാണ് കാണിക്കുന്നത്. കുഞ്ഞുനാളില് അവൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഒരു ഗെയിം സെന്ററിലായിരുന്നു. അവിടേക്കായിരുന്നു റിച്ചി വന്നത്. അവിടെ നിന്നും അവന്റെ കയ്യിൽ ഒരു പഴയ ടോക്കൺ കിട്ടിയതേ റിച്ചിയുടെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അന്ന് റിച്ചിയുടെ കൂടെ ഗെയിം കളിക്കാനായിട്ട് മറ്റൊരുത്തനുണ്ടായിരുന്നു. ഗെയിം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരമാണ് ആ ചെറുക്കനെ റിച്ചി വീണ്ടും വിളിക്കുന്നത്. നമുക്ക് ഒരു റൗണ്ട് കൂടി കളിച്ചാലോ? എന്നാൽ ആ ചെറുക്കനാണെങ്കിൽ റിച്ചിയുടെ ആ വിളിയും പറിച്ചിലൊന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. നീ വിളിക്കുമ്പോഴൊക്കെ വരാൻ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല. ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ഹെൻറിയും ടീംസും അങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല ഈ ചെറുക്കൻ ഹെൻറിയുടെ ഒരു കസിൻ ആയിരുന്നു. ഹെൻറി, നിന്റെ നാട്ടിലുള്ള ചെറുക്കന്മാര് മുഴുവൻ ഇങ്ങനാണോ? ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ ആരുടെങ്കിലും മിക്കിട്ട് കയറാൻ കാരണം നോക്കിയിരിക്കുന്ന ഹെൻറിക്ക് വേറൊന്നും വേണ്ടല്ലോ. എന്റെ അനിയന്റെ അടുത്താണോടാ നിന്റെ വിളച്ചില്? അടിച്ചു മോന്തയുടെ ഷേപ്പ് മാറി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വല്ലാത്ത രീതിയിൽ ഹെൻറിയും ആ ചെറുക്കനും അപമാനിച്ചതും അത് സഹിക്കാൻ കഴിയാതെ റിച്ചി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവിടുന്ന് ഒരു പാർക്കിലേക്കായിരുന്നു അവൻ വന്നത്. അവിടെ വന്ന് നടന്നതൊക്കെ ആലോചിച്ച് അവനാകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. ആ പാർക്കിലായിട്ട് വലിയൊരു പ്രതിമയുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അതിന് ജീവൻ വെക്കുന്നത്. ഞാനൊരു ഉമ്മ തരട്ടെ
മോനെ. അത് പറഞ്ഞ് ആ പ്രതിമ റിച്ചിയുടെ അടുത്തേക്ക് വന്നതും ചെക്കൻ ജീവനം കൊണ്ട് ഓടുന്നു. അതിന്റെ കയ്യിൽ വലിയ കുന്തം പോലെ എന്തൊരു സാധനമുണ്ട്. അതും കൊണ്ട് റിച്ചിയെ കുത്താനിട്ട് ഓടിക്കുവാണത്. ജസ്റ്റ് മിസ്സിനാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ ഓടുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് അവൻ നിലത്തേക്ക് അങ്ങ് വീണുപോയി. അതാണെങ്കിൽ ഇപ്പൊ കുത്തു എന്ന് പറഞ്ഞുള്ള നിൽപ്പും. ഇതൊന്നും റിയൽ അല്ല, ഇതെല്ലാം എന്റെ തോന്നല, ഒന്നും റിയൽ അല്ല. കണ്ണും പൂട്ടി അതും പറഞ്ഞുകൊണ്ട് അവൻ പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴോ ഇപ്പൊ പ്രതിമയെ കാണുന്നില്ല. ഇതെല്ലാം അവന്റെ ഒരു തോന്നലായിരുന്നേ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ റിച്ചിക്ക് ഓർമ്മ വന്നത്. ആ പ്രതിമയെ നോക്കി അവൻ ഇപ്പോൾ ആ പാർക്കിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ പ്രതിമയുടെ തുള്ളിൽ കയറി കുറെ ബലൂൺ പിടിച്ചുകൊണ്ട് നമ്മുടെ പെന്നിവൈസ് നിൽക്കുന്നത്. ഹായ് റിച്ചി, നിന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ. അതും പറഞ്ഞ് ആ ബലൂണിൽ തൂങ്ങി പറന്നു വന്ന് ആ സാധനം റിച്ചിയുടെ അടുത്തേക്ക് വരുന്നു. ഇല്ല, ഇത് സത്യമല്ല, ഇതൊക്കെ സ്വപ്നമാ. കണ്ണും പൂട്ടി അങ്ങനെ പറഞ്ഞ ശേഷം റിച്ചി കണ്ണു തുറന്ന് നോക്കിയതും ദേ വരുന്നു ആ സാധനം അവന്റെ പിറകെ. കാരണം ഇത് റിയൽ ആയിരുന്നു. ഒറിജിനൽ ഐറ്റമാണ് അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. റിച്ചി ജീവനം കൊണ്ട് ഓടിക്കളഞ്ഞു. അടുത്തതായിട്ട് കാണിക്കുന്നത് ബില്ലിനെയാണ്. അവൻ അങ്ങനെ ആ റോഡിൽ കൂടി നടക്കുമ്പോഴാണ് ഒരു കടയിലായിട്ട് അവന്റെ പഴയ സൈക്കിൾ ഇരിക്കുന്നവൻ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പൊ തന്നെ ആ കടക്കാരൻ പറഞ്ഞ പൈസ കൊടുത്ത് അതങ്ങ് മേടിച്ചു. സ്വന്തം സൈക്കിൾ തന്നെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വന്ന ഗതികേടെ. അങ്ങനെ ആ സൈക്കിളുമായിട്ട് ബില്ല് നേരെ പോകുന്നത് തന്റെ പഴയ വീട്ടിലേക്കായിരുന്നു. എന്നാൽ ആ വീട് കണ്ടതേ അവന്റെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. അന്ന് ജോർജിക്ക് ബോട്ടുണ്ടാക്കി കൊടുത്തതും അതുമായിട്ട് അവൻ ഒറ്റയ്ക്ക് കളിക്കാൻ പോയതും അങ്ങനെയെല്ലാം. അന്ന് തന്റെ അനിയന്റെ കൂടെ താനും കൂടെ പോയിരുന്നെങ്കിൽ അവനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു കുറ്റബോധമായിരുന്നു ബില്ലിന്. പക്ഷേ ഇപ്പോഴാ വീട്ടില് വേറൊരു കുടുംബമായിരുന്നു താമസം. അവിടെ നിന്നും അടുത്തതായിട്ട് ബില്ല് പോകുന്നത് ജോർജിയെ കാണാതായ ഒരു ഓടയില്ലേ, അവിടേക്കായിരുന്നു. അല്പനേരം അതിലേക്ക് നോക്കി നിന്നിട്ട് തിരികെ പോകാൻ നേരമാണ് അതിന്റെ ഉള്ളിൽ നിന്നും ജോർജിയുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. അവൻ വേഗം ഓടി വന്ന് അതിനുള്ളിലേക്ക് എത്തി നോക്കുന്നു. അപ്പോ ദേ അതിനകത്ത് നിൽക്കുന്നു ജോർജി. അവന്റെ കയ്യിലായിട്ട് പഴയ ആ ബോട്ടും ഉണ്ടായിരുന്നു. എന്നെ രക്ഷിക്ക് ബിൽ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ. അത് കേട്ടതേ ബില്ല് വേഗം അവനെ രക്ഷിക്കാൻ വേണ്ടി അതിനകത്തേക്ക് കൈയിടുന്നു. എന്നാ ജോർജിയെ തൊട്ടില്ല എന്നായതും പെട്ടെന്നാണ് വേറെ കുറെ കൈകൾ വന്ന് അവന്റെ കയ്യിൽ പിടിച്ച് അവൻ അകത്തേക്ക് വലിച്ചിടാൻ നോക്കുന്നത്. ഒരു വിധത്തിലാണ് അവൻ അതിന്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. പക്ഷേ ആ ബോട്ട് ബില്ലിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. അവൻ ആ ഓടയ്ക്കുള്ളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി അവന്റെ അടുത്തേക്ക് വരുന്നത്. ബില്ലിന്റെ പഴയ വീട്ടില് പുതിയതായിട്ട് കുറെ ആൾക്കാർ താമസിക്കുന്നില്ലേ, അതിലുള്ള കുട്ടിയായിരുന്നു ഇത്. അവനെ കണ്ടത് ബില്ല് വേഗം ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടയുടെ അടുത്ത് മാറ്റി നിർത്തുന്നു. എന്ത് വന്നാലും ആ ഓടയുടെ അടുത്തേക്ക് പോകരുത്. അതിനകത്തുനിന്ന് മോൻ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിനകത്തുനിന്ന് എനിക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, പക്ഷേ എന്റെ ബാത്ടപ്പിനകത്തുനിന്ന് ഞാൻ കേൾക്കാറുണ്ട് ശബ്ദങ്ങള്. അത് കേട്ടതേ ബില്ലിന് കാര്യം മനസ്സിലായി. മോൻ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോണം. അച്ഛനോടും അമ്മയോടും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. എന്നാൽ ആ കൊച്ചിനാണെങ്കിൽ അവന്റെ ആ പറച്ചിലും പെരുമാറ്റം എല്ലാം കണ്ടതും പേടിയാണ് തോന്നിയത്. എനിക്ക് കാർണിവല് കാണാൻ പോണം, എന്നെ വിട്. അതും പറഞ്ഞ് ആ കൊച്ചു ജീവനം കൊണ്ട് ഓടുന്നു. അടുത്തതായിട്ട് ബെന്നിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ വന്നിരിക്കുന്നത് അവര് കുഞ്ഞിലെ പഠിച്ച സ്കൂളിലേക്കായിരുന്നു. തന്റെ ആ പഴയ ക്ലാസ് റൂമിലേക്ക് ചെന്നതും അവന് പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. അന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം പോയതും ബെൻ മാത്രം ഒറ്റയ്ക്ക് ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ബിവർലി അവന്റെ അടുത്തേക്ക് വരുന്നത്. നമുക്ക് കൂട്ടുകാരായാലോ, ഒരിക്കലും പിരിയാത്ത കൂട്ടുകാർ, നീ ഞാന് മാത്രം. അവളത് പറഞ്ഞതേ ബെൻ അവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. നീ എന്തായി ചെയ്യുന്നത്? ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ബെസ്റ്റീസ് അല്ല. നിന്നെ പോലെ കാണാൻ കൊള്ളാത്ത ഗുണ്ടമണിയെ പോലെ ഇരിക്കുന്ന ഒരുത്തനെ ഞാൻ പ്രേമിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അവൾ ആ പറഞ്ഞ ഡയലോഗ് കേട്ടതും തന്റെ അടുത്തിരിക്കുന്നത് ബിവർലി അല്ല എന്ന് ബെന്നിന് മനസ്സിലായി. കാരണം ബിവർലി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ലല്ലോ. അവൻ തിരിഞ്ഞു നോക്കിയതും പെട്ടെന്നായിരുന്നു അവളുടെ രൂപം മാറിയത്. തല മുഴുവൻ തീ പിടിച്ചെറിയുന്ന വല്ലാത്തൊരു രൂപം. ബെൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. തൊട്ടുപിറകെ തന്നെ ആ രൂപത്തിലുള്ള പെന്നി വൈസും. അവൻ പേടിയോടെ ഓടിച്ചെന്ന് കയറുന്നതാണെങ്കിൽ അവന്റെ തന്നെ ലോക്കറിലായിരുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ അവിടെ നിന്നും ഒരു പേപ്പർ കിട്ടുന്നത്. പണ്ട് ബിവർലി ബെന്നിനെ ആദ്യമായിട്ട് കണ്ട സമയമില്ലേ, അപ്പോ അവന്റെ ബുക്കിലായിട്ട് അവളൊരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തിരുന്നു. ആ പേപ്പറാണ് ഇപ്പോൾ അവന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതും. ബെൻ ആ ലോക്കറിന്റെ വിടവിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോ അവന്റെ പിറകെ ഓടി വന്ന ആ സാധനത്തെ ഇപ്പൊ അവിടെ എങ്ങും കാണാനില്ല. ആ ഒരു സമാധാനത്തോടെ നിൽക്കുമ്പോഴാണ് ദേ അവന്റെ പിറകെ നിൽക്കുന്നു പെന്നി വൈസ്. ഒരിടത്ത് സമാധാനം തരില്ലെന്ന് വെച്ചാ അതവനെ വീണ്ടും പിടിക്കാനായിട്ട് വരുന്നത് കണ്ടതും ബെൻ അവിടുന്ന് എഴുന്നേറ്റ് ജീവനം കൊണ്ട് ഓടുന്നു. ഓടി ചെന്ന് ഇടിച്ചതാണെങ്കിൽ ഒരു സെക്യൂരിറ്റിക്കാരനെയും. അവൻ വേഗം തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ ആരെയും കാണുന്നില്ല. ആ സെക്യൂരിറ്റി വന്നില്ലായിരുന്നെങ്കിൽ ചെക്കന്റെ കാര്യം കട്ടപ്പൊക്കെയായേനെ. സ്കൂളിൽ എത്തിയപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ബെന്നിന് ഓർമ്മ വന്നത്. അടുത്തത് നമ്മുടെ എഡ്ഡിയുടെ ഊഴമാണേ. അവൻ വരുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കായിരുന്നു. പണ്ട് ബെന്നിന് മരുന്ന് മേടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ കയറിയ ഒരു മെഡിക്കൽ സ്റ്റോറില്ലേ, അതേ മെഡിക്കൽ സ്റ്റോർ. അന്ന് നമ്മുടെ ബിവർലി പഞ്ചാര അടിക്കാൻ നോക്കിയ അങ്ങേര് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇപ്പോ ആള് നല്ല വയസ്സായിരുന്നു. അവിടെ വന്നത് എഡ്ഡിക്ക് പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അന്നൊരിക്കൽ മരുന്ന് വാങ്ങിക്കൊണ്ട് എഡ്ഡി തിരികെ പോകാൻ നേരമാണ് താഴെ ബേസ്മെന്റിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്.
അവന്റെ അമ്മയുടെ നിലവിളി പോലെ. അവൻ വേഗം നിലവിളി കേട്ട ആ ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആ ബേസ്മെന്റ് കാണാൻ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ വേഗം ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടൻ മാറ്റി നോക്കിയതും ദേ അവന്റെ അമ്മയെ കെട്ടിയിട്ടേക്കുന്നു. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ കെട്ടടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ട് മുന്നിലേക്ക് നോക്കി അവൻ കാണുന്നത് മുന്നിൽ വേറെ ആരോ കെട്ടിയിട്ടേക്കുന്നതാണ്. ആ കോലത്തെ കണ്ടതേ അവന് ശരിക്കും പേടിയായി. എട്ടി കെട്ടടിക്കാൻ ശ്രമിക്കുന്നതോറും അതിങ്ങനെ അടുത്തേക്ക് വരികയാണ്. അതാരാണെന്ന് വെച്ചാൽ ആദ്യത്തെ പാർട്ടിലേടി ആ വീടിന് മുന്നിൽ വെച്ച് കണ്ടൊരു രൂപമില്ലേ, അഴുകി ദ്രവിച്ച ഒരു കോലം, ആ സാധനം തന്നെയായിരുന്നു ഇത്. അതിനെ കണ്ട് പേടിച്ചതേ അമ്മയുടെ കെട്ടുപോലും അഴിക്കാൻ നിൽക്കാതെ അവൻ വേഗം അവിടുന്ന് പേടിച്ചോടുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു എഡിക്ക് ഓർമ്മ വന്നത്. മാത്രമല്ല അവൻ ഇപ്പോൾ ദേ നിൽക്കുന്നത് ആ ബേസ്മെന്റിലാണ്. പണ്ട് നടന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അതേ സാധനം അവന്റെ പിറകിൽ കൂടി ഒന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. അതേ അഴുകിയ കോലം. എന്നാൽ പണ്ടത്തെ പോലെ ഇത്തവണ എഡി പേടിച്ചില്ല. അവൻ അതിന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചതിനെ കൊല്ലാൻ നോക്കുന്നു. അതോടെ അതിന്റെ ശക്തിയെല്ലാം ഇല്ലാതാവുന്നത് പോലെ എഡിക്ക് തോന്നി. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ പോലും പ്രതീക്ഷിക്കാതെ അതിന്റെ വായിൽ നിന്നും എന്തോ ഒരു സാധനം അവന്റെ മുഖത്തേക്ക് തെറിച്ചു വീഴുന്നത്. എഡി മൊത്തത്തിൽ അതിലങ്ങ് കുളിച്ചുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ കൂടെ ആ സാധനം അവിടുന്ന് അപ്രത്യക്ഷമായി. പിന്നെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ജീവൻ കൊണ്ടൊരു ഓട്ടമായിരുന്നു അവൻ. നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ഹൗസിലേക്കും. ആ കോലത്തിൽ കയറി വരുന്ന എഡിയെ കണ്ടിട്ട് ബിവർലി പോലും അന്തം വിട്ട് നിൽക്കുവാണ്. അങ്ങനെ അവൻ വന്നതിന്റെ പിറകെ തന്നെയാണ് ബില്ലു അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ബിവർലിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സ്റ്റെപ്പ് വഴി ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്നത്. അതവരുടെ അടുത്തേക്ക് വന്ന് വീണതും അതിൽ നിന്നും ബ്ലഡ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ബില്ല് വന്ന ആ സ്കേറ്റിംഗ് ബോർഡ് മറിച്ചിട്ടപ്പോഴോ രക്തം കൊണ്ട് അതിനകത്ത് ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, വോണ്ട് ബി ദെയർ ഫോർ ഹിം എയ്തർ എന്ന് വെച്ചാ അവനെ സഹായിക്കാൻ കഴിയില്ലെന്ന്. അത് വായിച്ചപ്പോഴേ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ബില്ലിന് മനസ്സിലാവുകയും ചെയ്തു. ഈ സ്കേറ്റിംഗ് ബോർഡ് ഓർമ്മയുണ്ടോ? ബില്ല് നേരത്തെ കണ്ട ആ ചെറുക്കനില്ലേ, അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്കേറ്റിംഗ് ബോർഡ് ആയിരുന്നു ഇത്. എനിക്ക് ആ പയ്യനെ സഹായിച്ചേ പറ്റൂ, അവൻ ആ കാർണിവലിൽ നടക്കുന്നിടത്ത് കാണും. അതും പറഞ്ഞ് ബില്ല് ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് അവിടേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ റിച്ചി ആണെങ്കിൽ ആരും കാണാതെ ഗസ്റ്റ് ഹൗസിന്റെ പിറകിൽ കൂടി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. മുന്നിൽ കൂടി എന്തായാലും പോക്ക് നടക്കില്ല. അതുകൊണ്ട് പിറകുവശത്തൂടെ ഇറങ്ങി വന്ന് ആള് തന്റെ കാറിൽ കയറി അവിടെ എസ്കേപ്പ് ആയി. ഇവിടെ നമ്മുടെ എഡി ആണെങ്കിൽ അവന്റെ മുഖം മുഴുവൻ സോപ്പിട്ട് തേച്ചൊറിച്ച് കഴിവാണ്. അമ്മാതിരി സാധനമാണല്ലോ മുഖത്തേക്ക് വന്ന് വീണത്. അങ്ങനെ മുഖമെല്ലാം കഴുകിയിട്ട് ഒന്ന് നൂന്നപ്പോഴാണ് ദേ പിറകിലായിട്ട് ഹെൻറി നിൽക്കുന്നു. ഒന്ന് ഞെട്ടാൻ പോലുള്ള സമയം അവന് കൊടുത്തില്ല. കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവൻ എഡിയുടെ മുഖത്തേക്ക് ഒരൊറ്റ കുത്തായിരുന്നു. നിനക്കെന്താടാ പ്രാന്ത? അത് പിന്നെ ഹെൻറിക്ക് വട്ടാണല്ലോ. അങ്ങേരാണെങ്കിൽ ഒടുക്കത്തെ ചിരി. അവന് വട്ടാണെന്ന് മനസ്സിലായതും തിരികെ അതേപോലൊരു ചിരി കൊടുത്തുകൊണ്ട് നമ്മുടെ എഡി ഒരു കട്ടറിന്റെ മറവിലേക്ക് കയറി നിൽക്കുന്നു. അത് കണ്ട് ആ ഹെൻറി അവനടുത്തേക്ക് വന്നതും കവളിൽ കുത്തിയിരുന്ന കത്തി ഊരി അവന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി ഇറക്കി നമ്മുടെ എഡി. നീ കത്തി ചോദിച്ചില്ലേ, ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്, എടുത്തോ. അതും പറഞ്ഞ് എഡി നൈസിന് അവിടുന്ന് ഇറങ്ങിപ്പോയി. അവന്റെ ഈ നിലവിളി കേട്ടുകൊണ്ടാണ് ബിവർലിയും ബെന്ന് മുകളിലേക്ക് ഓടി വരുന്നത്. എഡിയുടെ കൊലം കണ്ടതും അവർ ഞെട്ടിപ്പോയി. ബെന്ന് വേഗം തന്നെ ഓടിപ്പോയി ബാത്റൂമിലേക്ക് നോക്കുന്നു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാ വിൻഡോ പൊട്ടിക്കിടക്കുന്നത് കണ്ട് താഴേക്ക് നോക്കിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഹെൻറി അവൻ കാണുന്നത്. കത്തി കുത്തി കയറിയിട്ടും ഒരു കൂസലുമില്ലാതെ അതവൻ സിമ്പിൾ ആയിട്ട് അങ്ങ് ഊരിയെടുത്തു. ശേഷം തന്റെ ഡെഡ് ബോഡി ഫ്രണ്ടുമായിട്ട് കാറിൽ കയറി ഒന്ന് എസ്കേപ്പ്. അടുത്തതായിട്ട് ബില്ലിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ച് കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ദൂരെ നിന്നും ആ കുട്ടി എന്തിന്റെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടതും ബില്ലും അവന് പുറകെ കയറി ചെല്ലുന്നു. അകത്ത് കയറുന്നവരെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ള മെയ്സ് പോലെ ഒരു സ്ഥലം. അതിന്റെ ഉള്ളിലായിട്ട് നിറയെ ഗ്ലാസ് ആയിരുന്നു. എവിടെ നോക്കിയാലും ഗ്ലാസുകൾ. എവിടെ പോണം എങ്ങോട്ട് പോകണം ഒരു പിടുത്തവും കിട്ടുന്നില്ല. മാത്രമല്ല അതുവഴി ആ പയ്യൻ കയറി പോകുന്നത് ബില്ല് കണ്ടിരുന്നു. പക്ഷേ ചുറ്റിനും ഗ്ലാസ് അല്ലേ, എങ്ങനെ പോകും? ആ കുട്ടിയും ബില്ലിനെ കണ്ടാകെ അന്തം വിട്ട് നിൽക്കുവാണ്. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അത് അങ്കിൾ മോനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. അവൻ അതങ്ങോട്ട് പറഞ്ഞതേ ബില്ല് കാണുന്നത് ആ ഗ്ലാസിന് പിറകിൽ നിൽക്കുന്ന പെന്നി വൈസിനെയാണ്. ആ കുട്ടിയും കണ്ടിരുന്നു അതിനെ. അതതിന്റെ തല കൊണ്ട് ആ ഗ്ലാസ് ഇടിച്ചിടിച്ചിടിച്ച് പൊട്ടിക്കാൻ നോക്കുവാണ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ബെന്നും ആ ഗ്ലാസ് എങ്ങനെങ്കിലും പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ഒറ്റയടിക്ക് ഗ്ലാസ് പൊട്ടിച്ചകത്ത് കയറി ബില്ലിന്റെ മുന്നിൽ വെച്ച് തന്നെ അത് ആ കുട്ടിയെ അങ്ങ് തിന്നു കളഞ്ഞു. അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്തതായിട്ട് മൈക്കിനെയാണ് കാണിക്കുന്നത്. തന്റെ കൂട്ടുകാരെല്ലാം തിരികെ വരുന്നതും കാത്ത് അവൻ ആ ലൈബ്രറിയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഹെൻറി അവൻ അറ്റാക്ക് ചെയ്യുന്നത്. കയ്യിലൊരു കത്തി ഉണ്ടല്ലോ, അത് വെച്ചാണ് പരാക്രമം മുഴുവനും. അവൻ ഏകദേശം മൈക്കിനെ കുത്തിയില്ലായി നായതും ആ സെക്കൻഡിൽ തന്നെയായിരുന്നു അവന്റെ തലക്കിട്ട് ആരോ വെട്ടിയത്. അതും കോടാലി കൊണ്ടൊരു വെട്ട്. വേറെ ആരുമല്ല, അത് നമ്മുടെ റിച്ചിയായിരുന്നു. പോയതുപോലെ തന്നെ ആൾ തിരികെ വന്നിട്ടുണ്ട്. ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ബെന്നും ബിവർലി എഡി അങ്ങോട്ടേ കൂടി വരുന്നത്. ഇപ്പോ ബില്ല് മാത്രമാണ് അവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തത്. മൈക്ക് വേഗം തന്നെ ബില്ലിനെ വിളിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ എന്റെ കൺമുന്നിൽ വെച്ച് അത് കൊന്നത്. ബിൽ പറയുന്നത് കേക്ക്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അതിനെ ഞാനിപ്പോ കൊല്ലാൻ പോവാ. ഇനി ഒരാൾ പോലും അത് കാരണം മരിക്കരുത്. അതും പറഞ്ഞ് ബില്ല് കോള് കട്ട് ചെയ്തു. അവൻ ഒറ്റയ്ക്ക് പെന്നി വൈസിനെ കൊല്ലാൻ പറ്റില്ല, എല്ലാവരും കൂടെ ചേർന്ന് വേണം അത് ചെയ്യാൻ. പക്ഷെ അവൻ പറയുന്നത് അവൻ പെന്നി വൈസിനെ കൊല്ലാൻ പോവാണെന്ന്. അവൻ പെന്നി വൈസിനെ കൊല്ലാനാ പോകുന്നതെങ്കിൽ എവിടേക്കാ പോകുന്നത് എനിക്കറിയാം, അത് വെൽഹൗസിലേക്കായിരിക്കും. ബിവർലി പറഞ്ഞതുപോലെ തന്നെ ബിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വെൽഹൗസിലേക്കാണ്. അവിടെയാണല്ലോ പെന്നി വൈസിന്റെ താവളം. മരിക്കാനും തയ്യാറായിട്ടായിരുന്നു ബില്ല് വന്നിരുന്നത്. എന്നാ അവൻ അതിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവന്റെ കൂട്ടുകാർ മുഴുവൻ അവിടേക്ക് വന്നിരുന്നു. അവന്റെ കൂട്ടുകാരെ എന്തായാലും അവൻ ഒറ്റയ്ക്ക് വിടാൻ പോകുന്നില്ല. അത് പണ്ടും അതെ, ഇപ്പോഴും അതെ.
അങ്ങനെ അവർ 6 പേരും കൂടി ഒരുമിച്ച് ആ വീടിനുള്ളിലേക്ക് കയറി. ശേഷം ഓരോ റൂമിലുമായിട്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്രിഡ്ജ് തനിയെ തുറന്നു വരുന്നത്. അവർ നോക്കുമ്പോൾ അതിനകത്തായിട്ടുണ്ടായിരുന്നത് സ്റ്റാൻലി ആയിരുന്നു. കുഞ്ഞുനാളിലുള്ള സ്റ്റാൻലിയുടെ രൂപം. അത് കണ്ട് അവരാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ തല ഉരുണ്ടങ്ങ് താഴെ വീണത്. എഡ്ഡി ആണെങ്കിൽ ഇപ്പോൾ അറ്റാക്ക് വന്ന് ചാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നായിരുന്നു ആ തലയിൽ നിന്നും ഒരുപാട് കാലുകൾ പുറത്തു വന്നത്. ശേഷം അതൊരു ചിലന്തിയുടെ രൂപത്തിലായി മാറുന്നു. പിന്നെ അങ്ങോട്ട് അറ്റാക്കോട് അറ്റാക്ക്. അത് നമ്മുടെ റിച്ചിയുടെ മുഖത്തേക്കെടുത്ത് ഒറ്റ ചാട്ടം. അതവനെ ഇപ്പൊ കൊല്ലുന്ന അവസ്ഥ വന്നപ്പോഴാണ് പെട്ടെന്ന് ബെൻ വന്ന് ഒരു കത്തി എടുത്തന്റെ തലയ്ക്ക് ഒറ്റ കുത്തുകുത്തുന്നത്. അതോടെ ആ സാധനം അവിടെ ഡെഡ്. അങ്ങനെ പിന്നീട് അവരെല്ലാവരും താഴെ ആ കിണറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതുവഴി താഴേക്ക് ഇറങ്ങി എല്ലാവരും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ചെല്ലുന്നതാണെങ്കിലോ ആദ്യത്തെ ചാപ്റ്ററിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പറന്നു നിൽക്കുന്നത് കാണിച്ചില്ലേ, ആ സ്ഥലത്തേക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ. ഒരു വെള്ളത്തിൽ കൂടി ഇറങ്ങി നടന്നിട്ട് വേണം അതിന്റെ മുകളിലേക്ക് എത്താൻ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആ വെള്ളത്തിലൂടെ നടന്ന് അപ്പുറത്തെ വശത്തേക്ക് എത്തുന്നു. ഏറ്റവും അവസാനം പോയത് ബിവർലി ആയിരുന്നു. എന്നാ പെട്ടെന്നായിരുന്നു നേരത്തെ അവളെ പീഡിപ്പിച്ച അമ്മമ്മയുടെ രൂപമില്ലേ, അത് ചാടി വന്നിട്ട് ബിവർലിയും പിടിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നത്. അപ്പൊ തന്നെ എഡ്ഡി ഒഴുകി സകല എണ്ണ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഇതെല്ലാം കണ്ടിട്ട് ആകെ പേടിച്ച് പറിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എഡ്ഡി. അവനെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്തായാലും എല്ലാവരും വേഗം തന്നെ ബിവർലിയെ കൊണ്ട് മുകളിലേക്ക് വരുന്നു. ഇപ്പൊ അവർ നിൽക്കുന്നതിന്റെ അടിയിലായിട്ട് ഒരു കുഞ്ഞു കഥവ് പോലെ ഒന്നുണ്ട്. അത് തുറന്നതേ വലിയൊരു കുഴിയായിരുന്നു അകത്തോട്ട്. അതുവഴി വേണം താഴേക്ക് പോകാൻ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആ കുഴി വഴി താഴേക്ക് ഇറങ്ങുന്നു. അതുവഴി പോയി അവർ ചെന്നെത്തുന്നത് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. അവിടുത്തെ പാറകളൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നതും. മാത്രമല്ല ആ കുഴിയുടെ മുകളിലേക്ക് നോക്കിയാലോ പെന്നി വൈസിന്റെ വാ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്ന ആ ഗുഹയും കാണാൻ. മാത്രമല്ല പെന്നി വൈസ് ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വന്നത് ഈ സ്ഥലത്തേക്കാണ്. അങ്ങനെ ഇപ്പോ ഒട്ടും താമസിക്കാതെ അവർ ആ ചടങ്ങ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനുവേണ്ടി ആ കൂട നിലത്തേക്ക് വെച്ചിട്ട് അതിനുള്ളിലായിട്ട് തീയിട്ടു. ശേഷം ഇവരൊക്കെ കളത്തിൽ ചെയ്തിരുന്ന ഓരോ സാധനങ്ങളില്ലേ, തങ്ങളുടെ പ്രിയപ്പെട്ട ആ സാധനങ്ങൾ എല്ലാവരും അവർ ആ തീയിലേക്ക് ഇട്ട് ബലി കൊടുക്കുന്നു. ശേഷം 6 പേരും കൂടി കൈകോർത്ത് പിടിച്ചതും പെട്ടെന്ന് ആ തീ അങ്ങ് കെട്ടുപോയി. അവർ നോക്കുമ്പോൾ മുകളിൽ നിന്ന് 3 ലൈറ്റുകൾ താഴേക്ക് ഇറങ്ങി വരുവാണ്. ശരിക്കും അതിനെ കാണാൻ പെന്നി വൈസിന്റെ വായിൽ നിന്ന് ലൈറ്റ് ഇറങ്ങി വരുന്നത് പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും വേഗം തന്നെ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ടേൺ ലൈറ്റ് ഇൻ ടു ഡാർക്ക്, ടേൺ ലൈറ്റ് ഇൻ ടു ഡാർക്ക് അങ്ങനെ പറയാൻ തുടങ്ങി. എന്ന് വെച്ചാ വെളിച്ചത്തെ ഇരുട്ടാക്കി മാറ്റൂ എന്ന്. അവർക്ക് താങ്ങാൻ പോലും പറ്റാനാകാത്ത അത്രയും പ്രകാശമായിരുന്ന ആ ഗോളങ്ങൾക്ക്. ആ 3 ഗോളങ്ങളും വന്ന് താഴെ ഉണ്ടായിരുന്ന ആ കൂടയിലേക്ക് കയറിയതും മൈക്ക് വേഗം തന്നെ അടപ്പെടുത്ത ആ കൂടയും അടച്ചു. പക്ഷേ പെട്ടെന്നാണ് അതിൽ നിന്നും ഒരു ചുവന്ന ബലൂൺ പൊങ്ങി വരുന്നത്. ചെറിയ ബലൂണൊന്നും അല്ലായിരുന്നു കേട്ടോ, വലിയൊരു ബലൂൺ. അതിങ്ങനെ വളർന്ന് വന്ന് ഒറ്റ പൊട്ടക്കം പൊട്ടിയതും സകല എണ്ണം അതിന്റെ എഫക്റ്റിലങ്ങ് തെറിച്ചു വീണു. കുറച്ചു നിമിഷത്തേക്ക് ചെവിക്കല്ലടിച്ചു പോയ പ്രതീതിയായിരുന്നു എല്ലാവർക്കും. എന്നാൽ അന്നേരമാണ് അവർ നിന്ന സ്ഥലത്തേക്ക് ഇപ്പൊ പെന്നി വൈസ് വരുന്നത്. എന്തു പറ്റി മൈക്ക്, നിന്റെ ചടങ്ങുകളൊന്നും അങ്ങോട്ട് വർക്കായില്ല അല്ലേ? എന്താ മൈക്കേ, നീ നിന്റെ കൂട്ടുകാരോടൊന്നും സത്യം പറഞ്ഞില്ല അല്ലേ? നീ പോയി കണ്ട ആ ഗ്രൂപ്പിന് എന്താണ് സംഭവിച്ചത് മൈക്ക്? മൈക്ക് അതെന്താ ഈ പറയുന്നത്? നീ എന്ത് മറച്ചു വെച്ചെന്നാ? അന്നേരമാണ് മൈക്ക് ആ സത്യം അവരോട് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നേറ്റീവ് അമേരിക്കൻസ് ഒരു റിച്വൽ ചെയ്ത് ഇറ്റിനെ പിടിച്ചു കെട്ടിയെന്നല്ലേ പറഞ്ഞത്. പക്ഷേ അന്ന് ശരിക്കും ആ ചടങ്ങ് വിജയിച്ചില്ലായിരുന്നു. മാത്രമല്ല അവരെ എല്ലാവരെയും പെന്നി വൈസ് കൊന്നുകളയുകയും ചെയ്തിരുന്നു. അങ്ങനെയല്ല ബിൽ, അന്ന് അവർക്കാർക്കും ആ ചടങ്ങിൽ വിശ്വാസമില്ലായിരുന്നു. പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഈ ചടങ്ങ് ചെയ്താലേ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റൂ. പോടാ പൊട്ടാ, ഇതാണോ നിന്റെ ബുദ്ധി? എന്നാ പെട്ടെന്നായിരുന്നു ആ കൂടയിൽ നിന്ന് 3 കുളങ്ങൾ മുകളിലേക്ക് ഉയരുന്നത്. അതിന്റെ കൂടെ പെന്നി വൈസ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നതാണെങ്കിലോ ഒരു ഭീകര രൂപത്തില്. അതിന്റെ കാലും കൈയും എല്ലാം കാണാൻ ഇപ്പോൾ ഒരു ഞണ്ടിനെ പോലെ ഉണ്ടായിരുന്നു. 27 വർഷമായിട്ട് നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു ഞാൻ ശരിക്കും നിങ്ങളെയൊക്കെ മിസ് ചെയ്തു കേട്ടോ. അതും പറഞ്ഞ് അതിന്റെ കയ്യിൽ നിന്നും വലിയൊരു കൊമ്പ് പോലെ ഒന്ന് പുറത്തേക്ക് വന്നു. അത് വെച്ച് പെന്നി വൈസ് മൈക്കിനെ കുത്താനായിട്ട് ലക്ഷ്യം വെച്ച് വന്നതും പെട്ടെന്ന് അവനെ ബില്ല് വന്ന് പിടിച്ചു മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് 6 എണ്ണത്തെയും വിടാതെ തുരത്താൻ തുടങ്ങി പെന്നി വൈസ്. ആ കൊമ്പ് കൊണ്ടങ്ങാനും ഒരു കുത്ത് കെട്ടിയ തീർന്നില്ലേ. 6 പേരും 6 സൈഡിലേക്കാണ് ഓടിയത്. ബില്ല് ഓടിച്ചെന്ന് അവിടെ ഗുഹയിലുണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ഒറ്റ ചാട്ടം. പക്ഷേ അവൻ തിരികെ പൊങ്ങി വരുന്നതാണെങ്കിലോ ആദ്യത്തെ ചാപ്റ്ററിലെ ജോർജിയെ കണ്ടുകൊണ്ട് ബില്ല് അവനെ നോക്കാനായിട്ട് ബേസ്മെന്റിലേക്ക് വരില്ലേ, ആ ദിവസത്തിലേക്കായിരുന്നു ബില്ല് ഇപ്പോൾ എത്തിയത്. അവൻ നോക്കുമ്പോൾ അന്ന് വന്നതുപോലെ കുഞ്ഞായിരുന്ന ബില്ല് ദേ ഇറങ്ങി വരുന്നു. അന്ന് അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ബില്ലിന് കാണേണ്ടി വന്നു. അതേപോലെ തന്നെ ബെന്നും ബിവർലിയും കൂടി ഒരു ഗുഹയ്ക്കകത്തായിരുന്നു പെട്ടുപോയത്. എന്നാ പെട്ടെന്നായിരുന്നു അവർ 2 പേരും കൂടി പഴയ കാലഘട്ടത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. ബിവർലി ചെന്ന് വീഴുന്നതാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൽ ബിവർലി ആദ്യമായിട്ട് കാണിച്ച സീനില്ലേ, കൂട്ടുകാരികളെ വേസ്റ്റ് കൊണ്ടൊഴിക്കുന്നത്, അവിടേക്കായിരുന്നു. ബെന്നാണെങ്കിൽ അവൻ കണ്ടുപിടിച്ച ക്ലബ് ഹൗസിലേക്കും. പക്ഷേ പെട്ടെന്നാണ് ബെൻ നിൽക്കുന്ന സ്ഥലം മുഴുവൻ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയത്. അതുപോലെ ബിവർലി നിൽക്കുന്ന സ്ഥലം മുഴുവനും രക്തം കൊണ്ട് നിറയുവാണ്. പക്ഷേ ഇവിടെ ബെന്നും ബിവർലിയും സംസാരിക്കുന്നത് അവർക്ക് പരസ്പരം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു.
ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബെൻ താൻ എഴുതിയ പഴയ കവിത ഉറക്കെ വായിക്കുന്നത്. അത് കേട്ടത്തെ ബെവർലി സർവ്വശക്തിയും എടുത്ത് ആ കഥ അങ്ങ് ചവിട്ടി പൊളിക്കുന്നു. അവള് നേരെ ചെന്ന് വീഴുന്നതാണെങ്കിൽ ബെന്നിന്റെ അടുത്തേക്കും. മണ്ണിനടിയിലേക്ക് പൂഴ്ന്നു പോയിക്കൊണ്ടിരുന്ന അവനെ ഒരു വിധത്തിൽ ബെവർലി രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഇപ്പോ രണ്ടുപേര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അന്ന് ആ കവിത എഴുതിയത് ബില്ലല്ല, അത് ബെന്നാണ്. അങ്ങനെ ഇപ്പോൾ പോയ വഴി തന്നെ ബില്ല് തിരിച്ച് അവിടേക്ക് തന്നെ എത്തുന്നു. കൂടെ തന്നെ ബെന്നും ബിവർലിയും. ഇവിടെ മൈക്കാണെങ്കിൽ പെന്നിവൈസിന്റെ കയ്യിൽപ്പെടാതെ ഒളിച്ചിരിക്കുവല്ലേ. പക്ഷേ അതവനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. അതവനെ വാല് പോലെ ഒന്ന് വെച്ച് ചുരുട്ടി പിടിച്ച് പൊക്കി മുകളിലേക്ക് അങ്ങെടുത്തു. എന്നാൽ അന്നേരമാണ് പെന്നിവൈസിന്റെ മുഖത്തേക്ക് ആരോ ഒരു കല്ല് വാരി എറിയുന്നത്. വേറെ ആരുമല്ല, അത് നമ്മുടെ റിച്ചി ആയിരുന്നു. അവൻ വീണ്ടും ഒരു കല്ലെറിയാനായിട്ട് വന്നതും പെട്ടെന്നാണ് പെന്നിവൈസ് തന്റെ വായങ്ങ് തുറക്കുന്നത്. അതോടെ റിച്ചി മുഴുവനായിട്ട് അതിന്റെ കൺട്രോളിലായി. അതവനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി നിർത്തിയേക്കുവാണ്. എന്നാൽ അത് കണ്ട എഡ്ഡി ചെയ്തതാണെങ്കിലോ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി വെച്ച് പെന്നിവൈസിന്റെ വായി നോക്കി ഒരു ഒറ്റ ഏറ് കൊടുത്തു. അതോടെ പെന്നിവൈസിന്റെ കിളിയും പോയി റിച്ചി താഴേക്ക് വീണു. എഡ്ഡി വേഗം ഓടി റിച്ചിയുടെ അടുത്തേക്ക് വരുന്നു. അവനെ അവിടുന്ന് വേഗം വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോഴാണ് പെന്നിവൈസ് എഡ്ഡിയുടെ നെഞ്ചിലേക്ക് കൊമ്പ് കുത്തി ഇറക്കുന്നത്. 5 പേരും ഞെട്ടിത്തരിച്ചു പോയി. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതവനെ കൊമ്പോട് കോർത്ത് പൊക്കിയെടുത്തൊരു ഒറ്റ ഏറ്. ഒരു ഗുഹയ്ക്കുള്ളിലേക്കായിരുന്നു എഡ്ഡി ഉരുണ്ടു വീണത്. അത് കണ്ട 5 പേരും അവന് പിറകെ ഓടുന്നു. അവർ നോക്കുമ്പോൾ എഡ്ഡി ഏകദേശം മരിക്കാറായിട്ടുണ്ട്. അപ്പോഴാണ് മൈക്ക് ഒരു കാര്യം പറയുന്നത്. പെന്നിവൈസിനെ കൊല്ലണമെങ്കിൽ അത് അതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് വരണം, എന്ന് വെച്ചാ ചെറിയ രൂപത്തിലേക്ക്. അതിനുവേണ്ടി പെന്നിവൈസിനെ നേരിടാനായിട്ട് അവർ 5 പേര് പുറത്തേക്ക് വരുന്നു. മാത്രമല്ല ഇത്തവണ അവർ അതിനെ കണ്ട് പേടിക്കുന്നതുമില്ല. എന്നെ ചെറുതാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? പല ലോകങ്ങളെയും അടിച്ചു നാശമാക്കിയവനാണ് ഞാൻ. പക്ഷേ നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. എന്തോ മൈക്ക് ആ പറഞ്ഞത് പെന്നിവൈസിനെ ഹേർട്ട് ചെയ്തു. നീ ഒരു കോമാളിയാ, വെറും കോമാളി. നീ വായ തുറന്നാൽ തന്നെ കാണാൻ എന്ത് വൃത്തികേടാ, ബുദ്ധിയില്ലാത്ത കഴുത. ശരിക്കും നീ ഒരു വട്ടനാ. ഞങ്ങൾക്ക് ആർക്കും നിന്നെ പേടിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ പെന്നിവൈസിനെ അപമാനിച്ചു വിടുവാണ്. അതാണെങ്കിൽ പല രൂപത്തിലും ഭാവത്തിലും ഇവരെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഒടുക്കം ഇവരുടെ അപമാനം കേട്ട് അത് ചെറുതാവാൻ തുടങ്ങി. നമ്മുടെ റിച്ചി ആണെങ്കിൽ വന്ന കലിപ്പിന് ഓടി വന്ന് അതിന്റെ കൈ ഓടിച്ചു പിടിച്ചെടുത്തു. അങ്ങനെ ചെറുതായി ഇപ്പോൾ അതൊരു കുഞ്ഞു പാവയുടെ എത്രയും മാറിയിട്ടുണ്ട്. മൈക്ക് ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് ആ ഹൃദയം പറിച്ചു പുറത്തേക്ക് എടുത്തു. ശേഷം അവർ 5 പേരും കൂടി കൈകൊണ്ട് ആ ഹൃദയത്തെ ഞെക്കി പൊട്ടിച്ചെടുത്തു. അതോടെ പെന്നിവൈസ് അവിടെ മരിച്ചു വീഴുകയാണ്. അതിനോടൊപ്പം തന്നെ ആ 3 പ്രകാശഗോളങ്ങൾ അവിടെ ഇല്ലാതാവുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതും അവർ ഓടി എഡ്ഡിയുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അവർ വരുമ്പോഴേക്കും എഡ്ഡി മരിച്ചിരുന്നു. അവർ 5 പേർക്കും അത് സഹിക്കാനായില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, പക്ഷേ കരയെ മാത്രമല്ലേ അവരെ കൊണ്ടാവുള്ളൂ. എന്നാ പെട്ടെന്നാണ് അവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയത്. പെന്നിവൈസ് ചത്തില്ലേ, അതോടൊപ്പം ആ സ്ഥലവും നശിക്കാൻ തുടങ്ങുകയാണ്. എഡ്ഡിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനല്ലാതെ അവർക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെല്ലാവരും വന്ന വഴി തന്നെ പുറത്തേക്ക് ഓടുന്നു. ഓടി ജസ്റ്റ് മിസ്സിനാണ് അവരെല്ലാവരും ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരിറങ്ങിയത് അടുത്ത നിമിഷം തന്നെ ആ വീട് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴുന്നു. അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന അടയാളം പോലും ഇല്ലാതാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞതും അവർ വരുന്നത് ആ കോറിയിലേക്കാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ കാണിച്ചിരുന്നില്ലേ, അവർ 7 പേരും കൂടി വെള്ളത്തിൽ കുത്തിമറിഞ്ഞൊരു സ്ഥലം, അതേ കോറിയിലേക്ക് വീണ്ടും അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത വെള്ളത്തിലേക്ക് ചാടുന്നു. പക്ഷേ ആർക്കും ഒട്ടും സന്തോഷമില്ല. കാരണം എഡ്ഡി തന്നെ തങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനല്ലേ ഇല്ലാതായത്. അതിലേറ്റവും സങ്കടം റിച്ചിക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് എഡ്ഡി ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ റിച്ചി ഒരു ഹോമോസെക്ഷൽ ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അവനെ സമാധാനിപ്പിക്കുന്നു. അതുകൂടാതെ ഇപ്പൊ ബിവർലിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ബെന്നാണ് ആ കവിത എഴുതിയതെന്ന്. അത് കാരണം ഇപ്പോൾ അവിടെ വെച്ച് അവർ 2 പേരും ഒന്നിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും തിരികെ ഗസ്റ്റ് ഹൗസിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ചാപ്റ്ററിൽ കൈ മുറിച്ചിട്ടായിരുന്നല്ലോ അവർ സത്യം ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ മുറിച്ചതിന്റെ പാട് പോലും കാണുന്നില്ല. മൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നിലനിൽക്കില്ല. അവിടുന്ന് നേരെ കണ്ട ഒരു കണ്ണാടിയിലേക്ക് നോക്കിയപ്പോ അവർക്കെല്ലാവർക്കും തങ്ങൾ ആ പഴയ കൊച്ചുകുട്ടികളായതുപോലെ തോന്നി. അങ്ങനെ ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ബില്ലിന് മൈക്കിന്റെ ഒരു കോള് വരുന്നു. എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻലി ആത്മഹത്യ ചെയ്തില്ലേ, അങ്ങനെ മരിക്കുന്നതിന് മുന്നേ അവൻ എല്ലാവർക്കുമായിട്ട് ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് മൈക്ക് ഇപ്പോഴാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ബിൽ ആ കത്ത് പൊട്ടിച്ച് വായിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ, ഡാ പൊട്ടന്മാരെ, ഇതെന്റെ ആത്മഹത്യ കുറിപ്പൊന്നും അല്ല കേട്ടോ. തിരിച്ചു ഡെറിയിലേക്ക് വരാൻ എനിക്ക് പേടിയായിട്ടാ. അതിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കും. പക്ഷേ എന്റെ പേടി കാരണം നിങ്ങൾക്ക് ആർക്കും ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും. ഞാൻ ചെയ്തത് ശരിയല്ലേ? ആയിരിക്കുമല്ലോ. ഞാൻ എഴുതിയ ഈ കത്ത് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്നാണ് അർത്ഥം. സ്റ്റാൻലി എഴുതിയ ആ കത്ത് മുഴുവൻ വായിച്ചതും ബില്ലിന്റെ കണ്ണ് മുഴുവൻ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ തന്റെ ജീവൻ കളഞ്ഞത്. അടുത്തതായിട്ട് റിച്ചിയാണ് കാണിക്കുന്നത്. അവൻ നേരെ പോകുന്നത് ഒരു പാലത്തിനടുത്തേക്കാണ്. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എഡ്ഡിയോടുള്ള ഇഷ്ടം റിച്ചി അവിടെ എഴുതി വെച്ചിരുന്നു. അതവൻ ഒന്നും കൂടി വ്യക്തമായിട്ട് അവിടെ എഴുതി വെക്കുകയാണ്. പിന്നെ നമ്മുടെ ബെന്നിന്റെയും ബെവർലിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 പേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ മൈക്ക് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാ അവൻ ഡെറി വിട്ട് വേറൊരു നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഇറ്റ് ചാപ്റ്റർ 2 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.